കേരളത്തിന്റെ ഭൂപടത്തിൽ 15ാമതായി ഒരു ജില്ല കൂടി പിറവിയെടുക്കുമോ? കഴിഞ്ഞ 4 പതിറ്റാണ്ടായി മധ്യകേരളം കാതോർക്കുന്നൊരു ചോദ്യമാണിത്. മൂവാറ്റുപുഴയെ ആസ്ഥാനമാക്കി പുതിയൊരു ജില്ലയെന്ന ആവശ്യം വെറുമൊരു പ്രാദേശിക വികാരമല്ല, മറിച്ച് ഭരണസൗകര്യത്തിന്റെയും വികസനത്തിന്റെയും അനിവാര്യതയാണ്. നിയമസഭയിൽ ഈ വിഷയം വീണ്ടും ചർച്ചയാകുമ്പോൾ മൂവാറ്റുപുഴ ജില്ല യാഥാർത്ഥ്യമാകുമോ അതോ വെറുമൊരു രാഷ്ട്രീയ വാഗ്ദാനമായി അവശേഷിക്കുമോ എന്നാണ് അറിയേണ്ടത്. 4 പതിറ്റാണ്ടിലേറെയായി മലയോര കിഴക്കൻ മേഖലകൾ ഉയർത്തുന്ന മൂവാറ്റുപുഴ ജില്ല എന്ന ആവശ്യത്തിൽ വീണ്ടും ചർച്ചകൾ ചൂടുപിടിക്കുന്നു. മൂവാറ്റുപുഴ ആസ്ഥാനമായി പുതിയ ജില്ല രൂപീകരിക്കുന്നത് പരിഗണിക്കാൻ ഡിലിമിറ്റേഷൻ കമ്മീഷനെ നിയോഗിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രഖ്യാപിച്ചതോടെയാണ് വിഷയം വീണ്ടും മുഖ്യധാരയിലെത്തുന്നത്. മാത്യു കുഴൽനാടൻ MLA ഉന്നയിച്ച ആവശ്യത്തിന് മുഖ്യമന്ത്രി നൽകിയ അനുകൂല പ്രതികരണം മേഖലയിൽ വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. മൂവാറ്റുപുഴ ആസ്ഥാനമായി പുതിയൊരു റവന്യൂ ജില്ല എറണാകുളം, ഇടുക്കി ജില്ലകളിലെ അതിർത്തി പങ്കിടുന്ന ജനങ്ങളുടെ ചിരകാല സ്വപ്നമാണ്. ഓണപ്പരിപാടിക്കിടെ മാത്യു കുഴൽനാടൻ MLA ഉന്നയിച്ച ആവശ്യത്തോട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പോസിറ്റീവായി പ്രതികരിച്ചതോടെയാണ് ജില്ലാ രൂപീകരണ ചർച്ചകൾക്ക് വീണ്ടും ജീവൻ വെച്ചത്. സ്വന്തം ജില്ലയിൽ നിന്ന് മൂവാറ്റുപുഴ വേർപെട്ടു പോകുന്നതിൽ വ്യക്തിപരമായ വിഷമമുണ്ടെങ്കിലും ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുമെന്ന് മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. പ്രദേശത്തെ ജനങ്ങളുടെ ദീർഘകാല ആവശ്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് അനുകൂല നിലപാടുണ്ടായത് സന്തോഷകരമാണെന്ന് സ്ഥലം MLA മാത്യു കുഴൽനാടൻ പ്രതികരിച്ചു. എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ, കോതമംഗലം താലൂക്കുകൾ പൂർണ്ണമായും മൂവാറ്റുപുഴ ജില്ലയുടെ ഭാഗമാക്കണമെന്നാണ് ആവശ്യം. അതോടൊപ്പം കുന്നത്തുനാട് താലൂക്കിലെ കോലഞ്ചേരി, ഐക്യരനാട് മേഖലകളും പിറവത്തിന്റെയും പെരുമ്പാവൂരിന്റെയും ചില ഭാഗങ്ങൾ, തൊടുപുഴ താലൂക്കിലെ ലോറൻസ് പ്രദേശങ്ങൾ എന്നിവയും മൂവാറ്റുപുഴ ജില്ലയിൽ ഉൾപ്പെടുത്തണമെന്നതിലാണ് ചർച്ച. നിലവിൽ ഭരണപരമായ ആവശ്യങ്ങൾക്ക് കിഴക്കൻ മലയോര മേഖലകളിലെ സാധാരണക്കാർക്ക് കാക്കനാട് കളക്ടറേറ്റിലോ ഇടുക്കിയിലെ പൈനാവിലോ എത്താൻ മണിക്കൂറുകൾ സഞ്ചരിക്കേണ്ട ഗതികേടാണുള്ളത്. കൊച്ചി നഗര കേന്ദ്രീകൃതമായി ഒതുങ്ങി നിൽക്കുന്ന വികസന പദ്ധതികൾ കാർഷിക വ്യവസായ പ്രാധാന്യമുള്ള കിഴക്കൻ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാൻ പുതിയ ജില്ല സഹായകമാകും. ഒരു ജില്ലാ ആസ്ഥാനത്തിന് അനുയോജ്യമായ മിനി സിവിൽ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും പതിറ്റാണ്ടുകൾക്ക് മുൻപേ തന്നെ മൂവാറ്റുപുഴയിൽ സജ്ജമാണ്. ഇതാദ്യമായല്ല മൂവാറ്റുപുഴ ജില്ലാ പ്രഖ്യാപനം ഉണ്ടാകുന്നത്. 1982 അന്നത്തെ മുഖ്യമന്ത്രി കെ കരുണാകരൻ മൂവാറ്റുപുഴ ജില്ല രൂപീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും പിന്നീട് തുടർ നടപടികൾ നിലച്ചുപോകുകയായിരുന്നു. 4 പതിറ്റാണ്ടിനു ശേഷം വിഷയം വീണ്ടും സർക്കാരിന്റെ സജീവ പരിഗണനയിൽ വരുമ്പോൾ പതിറ്റാണ്ടുകളുടെ ഈ കാത്തിരിപ്പിന് പൂർണ്ണ വിരാമമാകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. മൂവാറ്റുപുഴ ജില്ല യാഥാർത്ഥ്യമായാൽ മധ്യകേരളത്തിന്റെ സമഗ്ര വികസനത്തിന് വഴിത്തിരിവാവുമെന്നാണ് വിലയിരുത്തൽ. പുതിയ ജില്ലയുടെ ആവശ്യങ്ങളിൽ മലപ്പുറവും മുന്നിലുണ്ട്. തിരുവനന്തപുരം ജില്ല വിഭജിച്ച് നെയ്യാറ്റിൻകര കേന്ദ്രീകരിച്ച് പുതിയ ജില്ല വേണമെന്ന ആവശ്യവും നിലനിൽക്കുന്നു. ഇതിനു പുറമെ വടകര, ഷൊർണൂർ തുടങ്ങിയ മേഖലകളെ കേന്ദ്രീകരിച്ചും പുതിയ ജില്ലാ ആവശ്യങ്ങൾ വിവിധ ഘട്ടങ്ങളിൽ ഉയർന്നിട്ടുണ്ട്. ഡീലിമിറ്റേഷൻ കമ്മീഷൻ നിലവിൽ വരുന്നതോടെ ഈ ആവശ്യങ്ങളെല്ലാം ഔദ്യോഗികമായി പരിശോധിക്കാനുള്ള സാഹചര്യം ഒരുങ്ങും. പുതിയ ജില്ലകൾ രൂപീകരിക്കുമ്പോൾ ഏത് പ്രദേശങ്ങൾ ഉൾപ്പെടുത്തണം, ജില്ലാ ആസ്ഥാനം എവിടെയാകണം, നിലവിലുള്ള താലൂക്കുകളെ എങ്ങനെ പുനഃക്രമീകരിക്കണം തുടങ്ങിയ കാര്യങ്ങളും വിശദമായി പരിശോധിക്കേണ്ടി വരും. അതിനാൽ ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ പഠനവും ശുപാർശകളും നിർണായകമാകും. വലിയ ജില്ലകളിലെ ഭരണഭാരം കുറയ്ക്കാനും ജനങ്ങൾക്ക് ജില്ലാസ്ഥാനത്തെയും സർക്കാർ സംവിധാനങ്ങളെയും കൂടുതൽ എളുപ്പത്തിൽ സമീപിക്കാനും ചെറിയ ഭരണപരിധികൾ സഹായിക്കുമെന്ന വിലയിരുത്തലുണ്ട്. അതേസമയം പുതിയ ജില്ലകൾ രൂപീകരിക്കുന്നതിന്റെ ഭരണപരവും സാമ്പത്തികവുമായ പ്രത്യാഘാതങ്ങളും പരിശോധിച്ച ശേഷമായിരിക്കും അന്തിമ തീരുമാനം. കമ്മീഷൻ നിലവിൽ വരുന്നതോടെ ജില്ലകളുടെയും താലൂക്കുകളുടെയും അതിർത്തികൾ പുനഃപരിശോധിക്കാനും ഭരണസൗകര്യം കണക്കിലെടുത്ത് പുതിയ ഭരണപരിധികൾ നിർദ്ദേശിക്കാനും കഴിയും. 1984 കാസർഗോഡ് ജില്ല രൂപീകരിച്ചതിനു ശേഷം കേരളത്തിൽ പുതിയ ജില്ല നിലവിൽ വന്നിട്ടില്ല. ഇതിനിടയിൽ ജനസംഖ്യയിലും പ്രദേശങ്ങളുടെ സ്വഭാവത്തിലും വലിയ മാറ്റങ്ങളുണ്ടായ സാഹചര്യത്തിലാണ് വീണ്ടും ജില്ലാ പുനഃസംഘടന ചർച്ചയാകുന്നത്. വരാനിരിക്കുന്ന സെൻസസ് വിവരങ്ങൾ കൂടി ലഭ്യമാകുന്നതോടെ ജനസംഖ്യാ ആനുപാതികമായ ഭരണ സംവിധാനം സംബന്ധിച്ച വിലയിരുത്തലുകൾക്ക് കൂടുതൽ വ്യക്തത ലഭിക്കാനും സാധ്യതയുണ്ട്. കേരളത്തിൽ നിലവിലുള്ള 14 ജില്ലകളുടെ ഭരണപരിധി പുനഃക്രമീകരിച്ച് ആവശ്യമായ ഇടത്ത് പുതിയ ജില്ലകളും താലൂക്കുകളും രൂപീകരിക്കണമെന്ന ആവശ്യം നേരത്തെ വിവിധ വിഭാഗങ്ങളിൽ നിന്ന് ഉയർന്നിട്ടുണ്ട്. ജനസംഖ്യയും പ്രദേശത്തിന്റെ വലുപ്പവും വർദ്ധിച്ച സാഹചര്യത്തിൽ ഭരണസൗകര്യം മെച്ചപ്പെടുത്തുക, സർക്കാർ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എളുപ്പത്തിലെത്തിക്കുക, വികസന പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പ്രാദേശിക ശ്രദ്ധ നൽകുക എന്നിവയാണ് പുതിയ ജില്ലാ ആവശ്യങ്ങൾക്ക് പ്രധാനമായും ഉന്നയിക്കുന്ന കാരണങ്ങൾ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.